ഹായ്. പൊതുജനങ്ങൾ എത്രമാത്രം പൊതുബോധത്തിൽ നിന്നും യുക്തിബോധത്തിൽ നിന്നും അകന്നു നിൽക്കുന്നോ അത്രത്തോളം അവർ വിഡ്ഢികളാക്കപ്പെട്ടുകൊണ്ടുമിരിക്കും എന്നതിൻ്റെ തെളിവുകളാണ് ഇസ്ലാം മത പണ്ഡിതന്മാർ എന്ന രൂപത്തിൽ ചില ആൾക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. മറ്റുള്ളവരെ പറ്റിച്ച് അവരുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് എങ്ങനെ നമുക്ക് ജീവിക്കാം എന്നതിൻ്റെ മാതൃകയാവുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളക്കര. നമ്മളെ ഒരാൾ പറ്റിച്ചാൽ എതിർകക്ഷി, അതായത് നമ്മളെ പറ്റിച്ചവൻ മിടുക്കനാണ് എന്ന് കരുതുന്നതിനേക്കാൾ ഉപരി എനിക്കിഷ്ടം എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്, എൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണ് അവരെന്നെ പറ്റിച്ചത് എന്ന് മനസ്സിലാക്കാനാണ്. ഇന്ന് ഭക്തിയുടെ പേര് പറഞ്ഞ്, വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. എത്ര വന്നാലും പഠിക്കാത്ത, എത്ര കിട്ടിയാലും മനസ്സിലാകാത്ത ഒരു വിഭാഗമാണ് അവർ. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ഒരു വാർത്തയാണ്. ആ വാർത്തയുടെ ഉള്ളടക്കങ്ങളിലൂടെ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ചിലത് മനസ്സിലാകും, ചിലർക്ക് ചിലത് കുറച്ചുകൂടി വ്യക്തമാകും. നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രവാചക കേശമെന്ന് പ്രചരിപ്പിക്കുന്ന മുടി വ്യാജമാണെന്ന് തെളിയിക്കാൻ സുന്നി നേതാക്കൾ വ്യാജ കേശ പ്രദർശനം നടത്തി. എന്നാൽ തന്റെ സുന്നി വിഭാഗം 2 വിഭാഗങ്ങളായിട്ട് പിൽക്കാലത്ത് മാറി, അവർ സ്പ്ലിറ്റായി. അത് EK വിഭാഗം സുന്നിയും AP വിഭാഗം സുന്നിയുമായി മാറി. AP-ക്കാർക്കാണ് ഈ മുടി കിട്ടിയത്. ആ മുടി ഇട്ട വെള്ളം വിറ്റിട്ടാണ് അവർ ഈ കാണുന്നതെല്ലാം പടുത്തുയർത്തിയത്. അവരെ പൊളിക്കാൻ ഇവർ ഒരു കേശ പ്രദർശനം തന്നെ നടത്തി. ആര്? EK-ക്കാർ. അതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ആ കേൾക്കുന്നത്. പ്രവാചകന്റെ മുടിയുമായി പരീക്ഷണത്തിലില്ലെന്ന് കാന്തപുരം പ്രതികരിച്ചു. ഒരു തിരുകേശ പ്രദർശനം വെച്ചു. അതായത് ഈ മുടിക്ക് നിഴലില്ലെന്നും ഈ മുടി കത്തില്ലെന്നും അതാണ് നബിയുടെ മുടി എന്നതിന് തെളിവ് എന്നുമായിരുന്നു AP കാന്തപുരം വാദിച്ചത്. എന്നാൽ അത് രണ്ടും പൊള്ളയാണ് എന്ന് തെളിയിക്കുകയാണ് ഇവിടെ EK വിഭാഗം തിരുകേശ പ്രദർശനം നടത്തി. അപ്പോൾ യുക്തിവാദികളല്ല, മറ്റു വേറെ ഏതെങ്കിലും മതസ്ഥരല്ല, സെയിം വിശ്വാസക്കാർ തന്നെയാണ് എന്നത് കുറച്ചുകൂടി പോയിന്റബിൾ ആണ്. അഹമ്മദ് ഹസ്രജി എന്ന പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളിൽ നിന്നാണ് തനിക്ക് തിരികേശം ലഭിച്ചതെന്നായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിരുന്നത്. ഈ മുടി സൂക്ഷിക്കുന്നതിനായി 40 കോടി രൂപ ചെലവിൽ പള്ളി പണിയാൻ ഒരുങ്ങുകയുമാണ് കാന്തപുരം. കാരണം നബിയുടെ മുടിയാണല്ലോ. ആ മുടി സൂക്ഷിക്കണമെങ്കിൽ അത്ര രൂപ വിലയുള്ള ഒരു പള്ളി തന്നെ വേണ്ടേ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ പ്രവാചകന്റെ ഒരു മുടി കിട്ടിയില്ലേ നമുക്ക്? ആ മുടിയിൽ നിന്നും നമുക്ക് പലതും ഉണ്ടാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി. നബി ഇട്ട മറ്റെന്തെങ്കിലും കിട്ടാത്തത് കുറച്ചുകൂടി ഭാഗ്യമാണ് എന്ന് വേണം കരുതാൻ. തന്റെ പക്കലുള്ള പ്രവാചകന്റെ മുടിയുമായി പരീക്ഷണത്തിലില്ലെന്ന് കാന്തപുരം പ്രതികരിച്ചു. പരീക്ഷിച്ച വിവരം അറിയും. അഹമ്മദ് ഹസ്രജി എന്ന പ്രവാചക പരമ്പരയിൽപ്പെട്ട ആളിൽ നിന്നാണ് തനിക്ക് തിരികേശം ലഭിച്ചതെന്നായിരുന്നു കാന്തപുരം AP. ഒരാളുടെ പരമ്പര എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? മകളിലൂടെയാണോ? മുഹമ്മദ് നബിയുടെ പരമ്പര എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് മകനുണ്ടാകണ്ടേ? ആ മകനിലൂടെയല്ലേ മുഹമ്മദ് നബിയുടെ പരമ്പര നിലനിർത്തേണ്ടത്? ഇന്ന് തങ്ങളെന്നും പറഞ്ഞൊരു വിഭാഗം നമ്പർ 1 ഉഡായിപ്പെന്നല്ലാതെ. മുസ്ലിയാർ പറഞ്ഞിരുന്നത് ഈ മുടി സൂക്ഷിക്കുന്നതിനായി 40 കോടി രൂപ ചെലവിൽ 40 കോടി കാന്തപുരം. മാത്രമല്ല തിരികേശം മുക്കിയെടുത്ത് വെള്ളം വിതരണം ചെയ്ത് വിശ്വാസികളിൽ നിന്ന് പണം ഈടാക്കുന്നുവെന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ആക്ഷേപമല്ല, ശക്തമായ സാഹചര്യം. യാഥാർത്ഥ്യം. തനിക്ക് തിരികേശം ലഭിച്ചത് ജാലിയവാല എന്ന പുരാവസ്തു സൂക്ഷിപ്പുകാരിൽ നിന്നാണെന്ന് അഹമ്മദ് ഹസ്രജി വെളിപ്പെടുത്തി. ബോംബെക്കാരനായ പുരാവസ്തു കച്ചവടവും ഗവേഷണവും ഒക്കെ ചെയ്യുന്ന ഇക്ബാൽ ജാലിയവാല എന്ന വ്യക്തിയിൽ നിന്ന് 10,000 രൂപ കൊടുത്തിട്ടാണ് AP കാന്തപുരം നബിയുടെ മുടി എന്ന് ഇന്ന് പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഈ മുടി കരസ്ഥമാക്കിയത്. ഒരു സത്യവാങ്മൂലമൊക്കെ എഴുതി കൊടുത്തിട്ട് ഇത് EK വിഭാഗം തന്നെ അവരുടെ സത്യധാര എന്ന് പറയുന്ന മാസികയിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ടായിരുന്നു.
കാരണം ആ വ്യക്തിയെ കാണാൻ EK വിഭാഗത്തിന്റെ ആൾക്കാരും അവിടെ എത്തി എന്നുള്ളതാണ്. അവരും ഇതേ നിയമാവലികളൊക്കെ അംഗീകരിക്കുകയും സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയും ഇത്രയും പൈസ കൊടുത്തിട്ടുമാണ് അതുപോലത്തെ ഒരു മുടി അവിടെ നിന്ന് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ആ കള്ളം അവർ ജനങ്ങളെ അറിയിച്ചത്. ഇക്കാര്യം പിന്നീട് കാന്തപുരം സമ്മതിക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹത്തിന് കൊടുത്തത് നബി കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ കള്ളം EK-ക്കാര് പൊളിച്ചപ്പോൾ AP-ക്ക് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നു. തനിക്ക് തന്ന ആൾ എന്തൊരു ഹസർജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് കിട്ടിയത് ഇക്ബാൽ ജാലിയവാലയിൽ നിന്നാണ് എന്ന് ഒടുവിൽ AP-ക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് ആ വാർത്ത. നേതാക്കളും കാന്തപുരത്തിൽ ലഭിച്ച അതേ മുടിയുടെ ഒരു ഭാഗം വാങ്ങിയത്രേ. ഈ മുടിയാണ് പ്രദർശനത്തിന് വെച്ചത്. നീളില്ലാത്തതാണ് പ്രവാചകന്റെ ശരീരത്തെ എന്നും അത് അവിടുത്തെ കേശവും അങ്ങനെ തന്നെയാണ്. അത് പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതാണ്. ഈ കേശം, അതായത് ഞങ്ങളുടെ കയ്യിലുള്ള ഈ വ്യാജകേശം, അതിന് ശരിക്കും നിങ്ങളൊക്കെ കണ്ട പോലെ കൃത്യമായി നീളുണ്ട് എന്നത് തെളിയിക്കുകയും AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള മർക്കസിലുള്ള മുടിക്കും ഇത് തന്നെയാണ് അവസ്ഥയെന്നും അതുകൊണ്ട് തന്നെ അത് വ്യാജമാണെന്നും തെളിയിക്കാനുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. അതേസമയം പ്രവാചകന്റെ മുടി മുഹമ്മദ് ഫൈസി എന്ന EK വിഭാഗത്തിന്റെ നേതാവ് വന്നിട്ട് പറഞ്ഞു, AP-യുടെ കയ്യിലിരിക്കുന്ന അതേ മുടി തന്നെയാണ് ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത്. AP-ക്ക് കൊടുത്ത അതേ വ്യക്തിയിൽ നിന്നു തന്നെയാണ് ആ സാധനം തന്നെയാണ് ഞങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അതിന് ടോർച്ചടിച്ചു, നിഴലുണ്ട്, കത്തുന്നുണ്ട്, എല്ലാമുണ്ട്. എന്നാൽ ഇതേ പരീക്ഷണത്തിന് AP-യുടെ കയ്യിലുള്ള മുടിയും ആവശ്യപ്പെടുകയാണ് മുഹമ്മദ് ഫൈസി എന്ന് പറയുന്ന EK നേതാവ്. ഒരു പരീക്ഷണത്തിനുമില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പ്രതികരിച്ചു. എന്നാൽ AP പറഞ്ഞു, അതേ തൊട്ട് കളിക്കണ്ട, അതെന്റെ വരുമാന മാർഗമാണ്, കോടികൾ വാരിക്കൂട്ടാനുള്ള എൻ്റെ വരുമാന മാർഗമാണ്. കാരണം അനുയായികളുടെ ഭക്തിയെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്ത് കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണത്. അതുകൊണ്ട് അതുമായി ഒരു പരീക്ഷണത്തിന് ഞാനില്ല എന്ന് AP തന്റെ നയം വ്യക്തമാക്കി. ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ വളരെ വ്യക്തമായ രേഖയോടുകൂടി കിട്ടിയതാണ്. കത്തിച്ചാൽ കത്തുകയില്ലെന്നത് തീർച്ച, പക്ഷെ അത് കത്തിച്ചു നോക്കാൻ പാടില്ലെന്നാണ് ഞങ്ങൾ മതത്തിൽ വിശ്വസിച്ചിട്ടുള്ളത്. അതായത് ശ്രമിച്ചാൽ നടക്കും, ആന ഉയിര് പോനാലും ശ്രമിക്കമാട്ടെ എന്ന് പറയുന്നത് പോലെ AP-ക്ക് അറിയാം, പക്ഷേ അത് കത്തത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ പറയുന്നു കത്തിച്ചു നോക്കാനെന്ന്, പക്ഷേ നമ്മൾ അത്തരം ഒരു പരീക്ഷണത്തിനില്ല. കാരണം ഞങ്ങളുടെ മതം ഞങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണ്? അങ്ങനെയാണ്. കാന്തപുരം AP വിഭാഗത്തെ പ്രതിനിധീകരിച്ച ശ്രീ അബ്ദുസ്സമദ് അൻവേരി, ഒപ്പം SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ നാസർ ഫൈസി, കൂടാതായി ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഹുസൈൻ മടവൂർ, ശ്രീ ഓന്തുള്ള എന്നിവരാണ് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത്. ശ്രീ അബ്ദുസ്സമദ് അൻവേരി, പ്രവാചകന്റെ തിരുശേഷിപ്പ് തന്നെയാണ് കൈവശമുള്ളത് എന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക തെളിവ് എന്താണ്? പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ കാന്തപുരം AP ഉസ്താദിന്റെ പക്കലുള്ള ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ച തിരുകേശവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന് ലഭിച്ച തിരുകേശം അത് ഹബീബ് റസൂലുള്ളാഹിന്റേതാണ് എന്നതിന് 100% ഞങ്ങൾക്ക് തെളിവുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താണ് അതിന്റെ പ്രമാണം, തെളിവ് എന്ന് ചോദിച്ചാൽ, ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തിരുകേശങ്ങൾ ധാരാളം സൂക്ഷിച്ചു വരുന്നുണ്ട്. അതിൽ പ്രധാനമായി എല്ലാവർക്കും അറിയുന്നതാണ് ഡൽഹി ജുമാ മസ്ജിദിലുള്ള തിരുകേശം, വെല്ലൂരി ലത്തീഫിയ കോളേജിലുള്ളത്, ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിലുള്ളത്. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും തിരുകേശം എന്നല്ല, ലോകത്ത് പലയിടങ്ങളിലും പല രാജ്യങ്ങളിലും തിരുകേശം ഹബീബ് റസൂലുള്ളാഹിന്റെ സൂക്ഷിച്ചു വരുന്നു. ആ തിരുകേശങ്ങളൊക്കെ മുസ്ലിം ലോകം എന്തടിസ്ഥാനത്തിലാണോ അംഗീകരിച്ചു പോരുന്നത്, അതേ മാനദണ്ഡത്തിൽ മാത്രമാണ് കാന്തപുരം ഉസ്താദിന് ലഭിച്ച തിരുകേശവും ഞങ്ങൾ അംഗീകരിച്ചു പോരുന്നത്. തിരുകേശം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ആദ്യമായി ലഭിച്ചത് അത് ബോംബെയിലുള്ള ഇക്ബാൽ ജാലിയ വാല എന്നിവരിൽ നിന്നാണ്. അദ്ദേഹം വർഷങ്ങളോളമായി ബോംബെയിൽ അങ്ങാടിയിൽ സിറ്റിയിൽ താമസിക്കുന്നവരും അവിടെ ഷാറു മുബാറക്കിന്റെ പ്രദർശനവും തിരുകേശത്തിന്റെ തബറുക്ക് ബറക്കത്തിന് വേണ്ടി ജനങ്ങൾക്ക് കൊടുക്കുന്നവരുമാണ്.
അല്ലാതെ ആരും അറിയാത്ത ഒരു സ്ഥലത്തല്ല. അങ്ങാടിയിൽ, സിറ്റിയിൽ, അവിടെയുള്ള ആളുകൾക്കെല്ലാം അറിയാം. 23ഓളം പള്ളികളിൽ തന്നെ ജാലിയാൻവാലയുടെ പക്കലിൽ നിന്നുള്ള തിരുകേശങ്ങൾ ബോംബെ നിവാസികൾ ആദരപൂർവ്വം സൂക്ഷിച്ചു വരുന്നു എന്നുള്ളത് പരമാർത്ഥമാണ്. അത് വളരെ വ്യക്തമാണ്. മാത്രവും ഈ പറയുന്ന വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ സംഘടനയിലുള്ളതല്ലാത്ത, അതായത് മുജാഹിദിൽപ്പെട്ട ആരുടെയെങ്കിലും ഖബറടക്കത്തിന്, അതായത് അവരുടെ മയ്യത്ത് സംസ്കരണത്തിന്, ശവസംസ്കരണത്തിനെങ്ങാനും നമ്മൾ അകപ്പെടേണ്ടി വന്നാൽ, നമ്മളത് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കുളിപ്പിച്ചിട്ട് വലിച്ചെറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ മുമ്പ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. അദ്ദേഹമാണ് ഈ കാണുന്ന മാന്യദേഹം. അപ്പോൾ ഈ ഇക്ബാൽ ജാലിയാൻവാല എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ നാട്ടിൽ ഷെഹ്റു മുബാറക്, അതായത് അനുഗ്രഹീതമായ ഈ മുടി ജനങ്ങൾക്ക് നൽകി അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ അനുഗ്രഹം പോരാത്തത് കൊണ്ടാണോ ഇത് 10,000 രൂപയ്ക്ക് വിറ്റത് എന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ബോംബെക്കാരനായ ഇക്ബാൽ ജാലിയാൻവാലയ്ക്ക് മുഹമ്മദ് നബിയുടെ മുടി എവിടെ നിന്ന് കിട്ടി? ചോദ്യം ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല. അബൂദാബിയിലുള്ള അഹമ്മദ് ഖദ്റജിയിൽ നിന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് തിരുകേശം രണ്ടാമതായി ലഭിച്ചത്. ആ തിരുകേശം അഹമ്മദ് ഖദ്റജി ജാലിയാൻവാലയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് ഇവിടെ കൊടുത്തത് എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ല. അത് നേരത്തെ നിങ്ങൾ കേട്ടത് ശുദ്ധ അസംബന്ധമാണ്. അതിനൊരു രേഖയുമില്ല. മാത്രമല്ല, ഈ വിവാദത്തിനൊക്കെ ഒരു തെളിവുമില്ലാതെ മർക്കസിൽ തിരുകേശം ലഭിച്ച ഉടനെ തന്നെ പട്ടിക്കാട് ജാമിയയിൽ വെച്ച് തിരുകേശം ലഭിച്ചത് തിരുകേശമല്ല എന്ന് ഒരു തെളിവുമില്ലാതെ പറഞ്ഞ അമ്പലക്കടവ് തന്നെ അങ്ങനെയാകാമെന്ന് ഞങ്ങൾ നിഗമനം എന്ന് പറഞ്ഞ് നിഗമനം മാത്രമാണ് പറഞ്ഞത്. ഒരു തെളിവും അതിന് അവർ പോലും നിരത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അഹമ്മദ് ഖദ്റജിയിൽ നിന്നും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് ജനലക്ഷങ്ങളെ മുൻനിർത്തി അഹമ്മദ് ഖദ്റജിയും തിരുകേശം കൊടുത്തു. അഹമ്മദ് ഖദ്റജിയുടെ പക്കലുള്ളത് തിരുകേശം തന്നെയാണെന്ന് അമ്പലക്കടവും കൂട്ടരും മുഖാമുഖത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഈ വിനീതൻ ഈ അമ്പലക്കടവിനെയും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നാസർ ഫൈസിയെയും ഒക്കെ അറിയുന്നവരാണ്. അവരോടൊപ്പം പങ്കെടുത്തവരാണ്, പലതും പറയുന്നവരുമാണ്. പക്ഷെ ആദർശപരമായി മാത്രമല്ല, ഒന്നാമത്തെ ഷാറു മുബാറക്കിനെ തന്നെ ഇവർ നിന്ദിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരോട് വിയോജിക്കുകയും രണ്ടാമത്തെ ഷാറു മുബാറക്കും അവരെ എതിർക്കുകയും ചെയ്തപ്പോൾ കൂടുതൽ ഈ രംഗത്തിറങ്ങിയാൻ നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം നിറവേറ്റുകയും ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അവർ അംഗീകരിക്കുകയും പിന്നെ ആ തിരുകേശം കേരളത്തിലെത്തിയപ്പോൾ വ്യാജമാകുന്നത് സംസ്ഥാനം വിടുമ്പോഴാണോ ഒരു കേശത്തിന്റെ വിവാദം? തിരുകേശത്തെ എതിർക്കുന്നവർ മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് പോകുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നാസർ ഫൈസി കൂടത്തായി, മതപരമായി കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇവരൊക്കെ ഒത്തൊരുമിച്ചാണ് ഭക്തിയുടെ വിഷയം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. സ്വലാത്തുകളും മറ്റുമൊക്കെ പറഞ്ഞ് ദിക്റുകൾ, നേർച്ചകൾ, വഴിപാടുകൾ ഇതിൻ്റെയൊക്കെ പേരിൽ പറ്റിച്ച് ജീവിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അധികാര പ്രശ്നം വരും, പണം ഡിവൈഡ് ചെയ്യുന്ന വിഷയത്തിൽ തർക്കം വരും, പിന്നെ ചില ആശയങ്ങളും അഭിപ്രായങ്ങളും വ്യത്യാസങ്ങൾ വരും. അപ്പോൾ സ്വാഭാവികമായും സംഘടനയുടെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അങ്ങനെ സ്പ്ലിറ്റ് ആകുമ്പോൾ ഇവർ മലർന്നു കിടന്ന് തുപ്പാൻ തയ്യാറാകും. കാരണം ഒരു വിഭാഗം ആൾക്കാരെ ചീത്ത പറയുകയും മറുവിഭാഗം ആൾക്കാർ, ഇങ്ങനെ ഇവർ പരസ്പരം ചെളിവാരി എറിയുന്നത് സാധാരണ ഒരു നിത്യസംഭവമാണല്ലോ നമുക്ക് ചുറ്റും. അപ്പോൾ അടുത്തതായി നമ്മുടെ ന്യൂസിൽ വരുന്നത് നാസർ ഫൈസി കൂടത്തായിയാണ്. നാസർ ഫൈസി കൂടത്തായിയെ നമുക്കറിയാം, നിപ്പ വൈറസ് വന്ന സമയത്ത് നബി കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്ന മങ്കൂസ് മൗലിദ് പാരായണം ചെയ്താൽ മതി, നിപ്പ വൈറസ് വന്ന വഴിയെ പൊയ്ക്കോളും എന്ന് ചാനലിലൂടെ വന്നിരുന്നു പറഞ്ഞ മഹാനായ വ്യക്തിയാണ് നാസർ ഫൈസി കൂടത്തായി. നമുക്കത് പരിചയപ്പെടുത്തണമല്ലോ ഓരോരുത്തരെയും. ഒരു കീഴ്വഴക്കം ഉണ്ടോ? അത് അംഗീകരിക്കുന്നുണ്ടോ? മറ്റു പ്രദേശങ്ങളിൽ ഈ നിലയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിനി ജുമാ മസ്ജിദിലും വെല്ലൂരിലും ഒക്കെ ഈ നിലയ്ക്ക് തിരുകേശം ഒരു ആരാധനയ്ക്കായി വിശ്വാസികൾക്ക് കാണാൻ വേണ്ടി പ്രദർശിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ലോകത്ത് ഇസ്ലാമിൽ ഏത് കാര്യങ്ങളും വിശ്വസിക്കാൻ, അനുഷ്ഠാനപരമായി വിശ്വാസപരമായി ഏത് കാര്യം വിശ്വസിക്കാനും തെളിവ് ആവശ്യമാണ്. ഇതേ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചർച്ച കേരളത്തിൽ നടന്നതാണ്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്,
ഇതിന് തെളിവെന്താണ്? ഒരുപക്ഷെ ഇതിന് വ്യക്തമായ സനദ് ആവശ്യമാണ്, അല്ലെങ്കിൽ മുത്തവാത്തിറായ വർത്തമാനം, സർവാംഗീകൃതമായ നിലപാട് ഇതേ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇതിന് തെളിവ് വേണം, സനദ് വേണം എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രമല്ല. ആധികാരികമായി കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തന്നെ അവരുടെ ഒന്നിലധികം സമ്മേളനങ്ങളിൽ വ്യക്തമായി പറഞ്ഞതാണ് സനദ് ആവശ്യമാണ്. സനദില്ലാതെ ഇസ്ലാമിൽ ഒന്നും സ്വീകരിക്കപ്പെടാൻ പാടില്ല. ആ സനദാണ് പരമ്പര പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കാൻ കാന്തപുരത്തിന്റെ കയ്യിൽ എത്തിപ്പെട്ട ആ മുടി പ്രവാചകരുടേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് എന്താണ്? ആ തെളിവ് ചോദിക്കുമ്പോൾ കാടടച്ച് വെടിവെക്കുകയോ വിഷയവുമായി ബന്ധമില്ലാത്ത പ്രചരണങ്ങൾ നടത്തുകയോ ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ല. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നത് എന്താണ് ആ സനദ്? കേരളത്തിൽ നാസർ ഫൈസി കൂടത്തായി എന്തായാലും കാന്തപുരം അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് ഒരു സനദ് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതിന്റെ ഒരു വിശ്വാസ്യതയും വാസ്തവവും ഒന്നും എനിക്കേതായാലും തൽക്കാലം അറിയില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ടല്ലോ. ഒന്ന്, ഈ ഖസ്റജിയുടെ കൈവശമുള്ളത് തിരുകേശമാണെങ്കിൽ അത് ആ നിലയ്ക്ക് ഇതിനു മുൻപ് നിങ്ങളെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം ഇപ്പോൾ ഇത് AP അബൂബക്കർ മുസ്ലിയാരുടെ കൈവശം വരുമ്പോൾ മാത്രമാണോ പ്രശ്നം? മറ്റൊന്ന്, ഒരു ഇസ്ലാമിക രാജ്യത്ത് എങ്ങനെ പ്രവാചകന്റെ പേര് പറഞ്ഞൊരു തട്ടിപ്പ് നടത്താൻ ഖസജിയെ പോലെ ഒരാൾക്ക് കഴിയും? അവിടെ അത് അനുവദിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെയാണ് നമ്മൾ വ്യക്തമാക്കുന്നത്. കാന്തപുരത്തിന്റെ കയ്യിൽ വന്ന മുടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഏത് മുടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെളിവ് ആവശ്യമാണ്. അതേ സംബന്ധിച്ചിടത്തോളമാണ് ഞങ്ങൾ ചോദിച്ചത് ഇക്കാലം വരെ. അതിന് ഇതുവരെ തെളിവ് ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാന്തപുരം പലപ്പോഴും പറഞ്ഞത് ഞങ്ങളുടെ കൈവശമുണ്ട്. പത്രക്കാർ, നിങ്ങൾ മീഡിയ ഒരുപാട് തവണ പത്രസമ്മേളനത്തിൽ ചോദിച്ചതാണ്. ആ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണിച്ചെന്നൂടെ? ഇന്ന് വരെ കാണിക്കാൻ കാന്തപുരത്തിന് തയ്യാറായിട്ടില്ല. ഇത് നബിയുടെ മുടിയാണ് ഇത് എന്ന് പറയുമ്പോഴും എതിർവിഭാഗം ചോദിക്കുന്നത് നബിയുടെ മുടിയാണ് എന്നതിന് എന്താണ് തെളിവ്? സനദ്, അതായത് വളരെ വ്യക്തമായും സത്യസന്ധമായും ഉദ്ധരിച്ച റിപ്പോർട്ടർമാരുടെ പരമ്പരയടക്കം, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുടെ പരമ്പരയടക്കം ഈ പ്രവാചക വചനം സബ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് നമ്മുടെ നാസർ ഫൈസി കൂടത്തായി ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയിലേക്ക് പോകണം. ആ തെളിവ് ഞങ്ങൾക്കൊന്ന് കാണിച്ചെന്നൂടെ? ഇന്ന് വരെ കാണിക്കാൻ കാന്തപുരത്തിന് തയ്യാറായിട്ടില്ല. ഇത് അഹമ്മദ് ഹദ്രജി എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിൽ ചെല്ലുന്ന ആളുകൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ഒരു അറിയപ്പെട്ട പണ്ഡിതനോ ഒരു സർവാംഗീകൃതനായ ഒരു വ്യക്തിയോ അല്ല. അദ്ദേഹത്തിന്റെ പിതാവ് മഹാനാണ്, പണ്ഡിതനാണ്. ആ ഒരു ഹദ്രജി കുടുംബം എന്ന പേര് മാത്രം സ്വീകരിച്ചുകൊണ്ട് AP കാന്തപുരം ഉസ്താദിന് മുടി കൊടുത്ത ആളെ കുറിച്ചിട്ടാണ് നമ്മുടെ നാസർ ഫൈസി പറയുന്നത്. അഹമ്മദ് ഹദ്രജി എന്ന് പറയുന്ന വ്യക്തിയെ കാന്തപുരം തന്നെ ഒരു നാടകം കളിച്ചുകൊണ്ടാണ് ജാലിയാവാലയുടെ അരികത്തേക്ക് പറഞ്ഞേക്കുന്നതും ബോംബെയിലെ ജാലിയാവാലയിൽ നിന്നുകൊണ്ട് അഹമ്മദ് ഹദ്രജി സ്വീകരിച്ചു കൊണ്ടുപോകുന്നതും അവിടുന്ന് ജാലിയാവാലയിൽ നിന്ന് കിട്ടിയ മുടി അഹമ്മദ് ഹദ്രജി കാന്തപുരത്തിന് കൈമാറുന്നതും. ഈ ഒരു നാടകം ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന ഒരു ഏർപ്പാട് ആദ്യം കാന്തപുരത്തിന് കിട്ടിയത് ജാലിയാവാലയിൽ നിന്നുകൊണ്ടാണ്. രണ്ടാമത് കിട്ടുന്നത് അഹമ്മദ് ഹദ്രജിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ സത്യത്തിൽ അഹമ്മദ് ഹദ്രജി കിട്ടുന്നതും ജാലിയാവാലയിൽ നിന്നുകൊണ്ടാണ്. ഇതൊക്കെയും വ്യാജമുടിയുടെ കച്ചവടക്കാരനായ ജാലിയാവാലയാണ്. അയാൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്, കാന്തപുരം ഇപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ നാസർ ഫൈസി, ഈ ജാലിയാവാലയുടെ കൈവശത്ത് നിന്ന് പല പ്രദേശങ്ങളിലും ഈ നിലയ്ക്ക് ഈ മുടി തിരുകേശമാണ് എന്ന നിലയ്ക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട് പല പള്ളികളിലും. അത് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ? ജാലിയാവാലയിൽ നിന്നുകൊണ്ട് കിട്ടിയ ഒരു മുടിയും അംഗീകാരത്തോടു കൂടി ഇതുവരെ കൊടുത്തതായി കൊണ്ട് നമുക്കാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. തന്നെയുമല്ല, കേരളത്തിലെ സുന്നത്ത് ജമാഅത്ത്, സമസ്ത കേരള ജമീയത്തുൽ ഉലമ, മറ്റ് കേരളത്തിന് പുറത്തുള്ളതോ ഇന്ത്യക്ക് പുറത്തുള്ളതോ ആയ ആളുകളുടെ വിശ്വാസത്തെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ചോദ്യം ചെയ്യല്ല. എങ്കിൽ പോലും സമസ്ത ഒരു കാര്യം ബോധ്യപ്പെടണമെങ്കിൽ, കേരളത്തിലെ സുന്നികൾ ആധികാരികമായ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് ആവശ്യമാണ്. ആ തെളിവ് ലോകത്തുള്ള മുസ്ലിം സമുദായം മുഴുവനും അംഗീകരിക്കേണ്ട കാര്യമാണ്. പ്രവാചകന്റെ നിപ്പ വൈറസ് വന്നപ്പോഴും
കരിഞ്ചോലമല ദുരന്തം വന്നപ്പോഴും ഒന്നും ഈ തെളിവുകളൊന്നും നമ്മൾ കണ്ടില്ല. കാരണം നബിയെക്കുറിച്ച് ആരോ എഴുതിയുണ്ടാക്കിയ നബികീർത്തനങ്ങൾ പാരായണം ചെയ്താൽ മതി, നിപ്പ വൈറസ് വരില്ല എന്നു പറഞ്ഞ ഇദ്ദേഹം കരിഞ്ചോലമല ദുരന്തം നടന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ നേതാവാണ് ചൂണ്ടിക്കാണിച്ചത്, അവിടെ കുഴിക്കൂ, ശവം അവിടെയുണ്ട്. എല്ലാവരും വന്ന് കുഴിച്ചിട്ട് അവിടെ നിന്ന് ശവം കിട്ടിയിട്ടില്ല. ഇതിന് മാത്രം തെളിവ് വേണം അത്രേ. ജാലിയൻവാല കൊണ്ട് വാങ്ങിപ്പോയിട്ടുള്ള ആളുകളൊക്കെ പ്രദർശനത്തിന് വെക്കുകയും അത് വെച്ച് കൂട്ടി വിറ്റ് കാശാക്കി അതിന് 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നതും ലോകത്തെവിടെയും കണ്ടിട്ടില്ല. ബോംബെയിലോ അല്ലെങ്കിൽ പരിസരത്തോ ഒരു സ്ഥലത്തും 40 കോടി. ഇവരു തന്നെ ഇവരുടെ കള്ളക്കളികൾ പൊളിച്ചെടുക്കണം, അതനിവാര്യമാണ്. പള്ളിയോ ഒരു 4 കോടിയുടെ പള്ളിയോ ഇങ്ങനൊരു സൂക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ മുടിയിട്ട വെള്ളം വിതരണം ചെയ്ത് പണം ഉണ്ടാക്കുന്നതോ ആയ ഒരു വിവരവും എവിടെ നമ്മൾ അറിയിക്കേണ്ടത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ നാസർ ഫൈസി, ശ്രീ അബ്ദുൾ സമദ് അൻവേരി, ഈ കമ്പോളം എന്തായാലും ഇസ്ലാമിന് നിഷിദ്ധമാണ്. കമ്പോളവൽകൃതമായ ഒന്നിനെയും ആ നിലയ്ക്ക് ഇസ്ലാം ഉൾക്കൊള്ളുകയുമില്ല. പക്ഷേ ഇതിന്റെ ഒരു വിപണി സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണോ ഈ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ് നേരത്തെ ശ്രീ നാസർ ഫൈസിയും സൂചിപ്പിച്ചത്. പൊതുവെ ഇത്തരം ഈ വിഷയം സംബന്ധിച്ച ചർച്ച ഉയർന്നു വരുമ്പോൾ തോന്നിക്കുന്നതും അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് തിരുകേശമാണെങ്കിൽ തന്നെ അത് ഈ നിലയ്ക്കാണോ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടി ഉയരുന്നില്ല. തീർച്ചയായും അത് വളരെ രസകരമായി തോന്നുന്നുണ്ട്. അതായത് ഇവിടെ കമ്പോളവൽക്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടെ റസൂലുള്ളാഹിന്റെ തിരുകേശം കാന്തപുരം ഉസ്താൻ ലഭിച്ചു. ഇപ്പൊ നിങ്ങൾ പ്രസക്തമായ 2 ചോദ്യം നേരത്തെ ചോദിച്ചു. അബുദാബിയിലെ ഷെയ്ഖ് അഹമ്മദ് ഹദ്റജി അദ്ദേഹം ഒരു കാര്യപ്പെട്ട ആളൊന്നുമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അദ്ദേഹം കാര്യപ്പെട്ട ആള് അല്ലാതെയായി മാറിയത് നാസർ ഫൈസിക്കും കൂട്ടർക്കും എപ്പോഴാണെന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. മർക്കസിലേക്ക് തിരുകേശം കൊടുത്തപ്പോൾ മാത്രമാണ്. അതിന്റെ മുമ്പ് മഹാനായ വ്യക്തി മർക്കസിലേക്ക് തിരുകേശം കൊടുത്തപ്പോൾ വളരെ വൃത്തികെട്ട വ്യക്തിയായി. ശരി, ആ അഹമ്മദ് ഹദ്റജി അബുദാബിയിൽ അവിടെ തട്ടിപ്പ് നടത്തുന്നു. എന്താണ് അയാൾ തട്ടിപ്പ് നടത്തുന്നത്? ഇനി നോക്കൂ, നിങ്ങൾ മർക്കസിൽ ലഭിച്ച തിരുകേശം ഞങ്ങൾ 50,000 ബോട്ടിൽ കഴിഞ്ഞ വർഷം അവിടെ വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുത്തു. 50,000 ബോട്ടിൽ കൊടുത്തിട്ട് ഒരു ബോട്ടിലിന് പോലും ഞങ്ങൾ പണം വാങ്ങാതെ വളരെയധികം സന്തോഷപരമായി ആ സംഭാവന കൊടുത്തു. എന്നാൽ ഒരു സനതും എല്ലാത്തിനും സനത് വേണമെന്നാണല്ലോ ഇപ്പൊ ഫൈസി പറഞ്ഞത്. ഇദ്ദേഹത്തിനൊന്നും ഇതിന്റെ ഭാരബോധം അറിയില്ല എന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടി വന്നതിൽ പ്രയാസമുണ്ട്. സഹോദരന്മാരെ, ഞാൻ വളരെ വ്യക്തമായി ഈ ചാനലിൽ കൂടി ഇത് കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കണം. നാസർ ഫൈസി അടക്കമുള്ള ആളുകൾ സമസ്ത എന്ന് പറഞ്ഞ് സമസ്ത ഇവിടെ നിലകൊള്ളുന്നുണ്ട്. അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും സമസ്ത എന്തിനാണോ പുത്തൻവാദികളെ പ്രതിരോധിക്കാൻ വേണ്ടി പടുത്തുയർത്തപ്പെട്ട ആ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച് സമസ്ത എന്നുണ്ട്. പുത്തൻവാദികൾക്കിടയിൽ ഇരിക്കുന്ന എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് ഇന്ന് സമസ്ത എന്ന് പറയുകയല്ലാതെ ഒന്നുമില്ല, മുതലക്കുളം പോലെയായിരിക്കും. ആവട്ടെ, അപ്പോൾ ഇവിടെ 2 ബോട്ടിൽ വെള്ളം ഇവർ കൊണ്ടുവന്ന് അത് റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളമാണെന്ന് പറഞ്ഞ് 50,000 വിറ്റത് കേരള സമൂഹം കണ്ടതല്ലേ? ഇവിടെ കമ്പോളവൽക്കരണം നടത്തിയത് ആരാണ്? ഞങ്ങൾ ഒരു കുപ്പി വെള്ളത്തിന് 1 രൂപ പോലും ഞങ്ങൾ പക്ഷേ ശ്രീ അബ്ദുൾ സമദ് അൻവേരി, പക്ഷെ ഈ നിലയ്ക്കാണോ വിഭവങ്ങൾ, അതായത് ഈ തിരുകേശം സംരക്ഷിക്കാൻ വേണ്ട പള്ളി പണിയുന്നതിന് അടക്കം അതിനുവേണ്ടിയല്ല പള്ളി പണിയുന്നത് എന്ന് പിന്നീട് വിശദീകരണം ഉണ്ടായി. എങ്കിൽ പോലും ആ തിരുകേശം തന്നെ ഷേറെ മുബാരക് എന്നാണ് പ്രഖ്യാപിച്ചു ആ പള്ളിക്ക് പേരിട്ടുകൊണ്ട് ആ നിലയ്ക്കാണ് ഒരു പിരിവ് നടന്നത് 1000 രൂപയുടെ കൂപ്പണുകൾ അച്ചടിച്ചുകൊണ്ട്. ഈ നിലയ്ക്കാണ് വിഭവം സമാഹരിക്കേണ്ടതും അത് വിനിയോഗിക്കേണ്ടതും. കാരണം ഏറ്റവും താഴെത്തട്ടിൽ കഴിയുന്ന ഒട്ടേറെ പാവങ്ങളുള്ള ഒരു സമുദായമാണ്. ആ സമുദായത്തിന് ഈ ഏറ്റവും അനിവാര്യമായത് തിരുകേശം സംരക്ഷിക്കാനുള്ള ഒരു പള്ളിയാണ്. മാത്രമല്ല ഈ നിലയ്ക്കുള്ള ചർച്ചയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഈ തിരുകേശം ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പല കാലഘട്ടങ്ങളിലായി ഈ തിരുകേശം AP വിഭാഗത്തിന്റെ കൈവശം എത്തുമ്പോഴും 3 ഉണ്ട് എന്ന് പറയുന്നു. ഈ 3 വരുന്ന ഓരോ ഘട്ടത്തിലും അത് വിവാദം ഉയർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു മുസ്ലിം സമൂഹത്തിൽ. അതെ, അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അത് കാന്തപുരം ഉസ്താദിന്റെ പക്കലേക്ക് തിരുകേശം വരുമ്പോൾ മാത്രമല്ല വിവാദം, അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ എന്താ ചോദിച്ചത്? ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ദാരിദ്ര്യം, പട്ടിണി, വിശപ്പിന്റെ വേദന, കടബാധ്യതകൾ, രോഗം, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ. ഇന്നലെ ഞാൻ അവിചാരിതമായി ഒരാളുടെ ഫോൺ കോൾ രാവിലെ വന്നു. അങ്ങനെ ഞാനൊരു വീട്ടിലെത്തി.
അപ്പം രാവിലെ എന്നെ വിളിക്കണം, ആത്മഹത്യ ചെയ്യാൻ പോലും ആരോഗ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിളി. ഞാൻ അവരുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് നീറുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരം ബിസിനസ്സുകളിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, അതിലൊട്ട് താല്പര്യവുമില്ല. കാരണം മറ്റുള്ളവരുടെ പേര് പറഞ്ഞ് അതിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന രീതികളൊന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങനത്തെ ഒരു നന്മമരമാകാൻ താല്പര്യവുമില്ല. ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരെ അറിയിച്ചിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. എനിക്ക് കഴിയില്ലെങ്കിൽ കഴിയുന്നവരെ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവർക്ക് എന്തെങ്കിലും എത്തിച്ചു കൊടുക്കാൻ എൻ്റെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അതിലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്. അവിടെ ചെന്നപ്പോൾ ക്യാൻസറാണ്, ഒരു ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആളാണ്, ഒരു കാലിൻ്റെ പകുതി പോയി, മറ്റേ കാലിൻ്റെ 3/4 ഭാഗവും പോയി. 6 മാസമായി വീടിന് വാടക കൊടുത്തിട്ട്, കറണ്ട് ചാർജ് കൊടുത്തിട്ട് 6 മാസമായി. ആ പ്രദേശം മുഴുവനും ആ വിഷയം അറിയാം. കാരണം ഹൗസ് ഓണർ വന്ന് കിടന്ന ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കുന്നതും, ഹൗസ് ഓണർ ഗൾഫിലാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ വന്ന് ഭയങ്കരമായിട്ട് ബഹളമുണ്ടാക്കുന്നതും ഒക്കെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ ഞാനത് അനുഭവിച്ചറിഞ്ഞതാണ്. ഞാൻ 1-2 പേരോട് വിഷയം അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ മെഡിസിൻ വാങ്ങാൻ പോലും കഴിയാതെ, ഭക്ഷണമില്ലാതെ നിത്യദാരിദ്ര്യത്തിൽ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഇത് നമ്മൾ കാണുന്നതാണ്. നമ്മൾ അറിയാത്ത, നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത എത്രയോ ലക്ഷക്കണക്കിന്, ദശലക്ഷക്കണക്കിന് ആൾക്കാർ പട്ടിണിയുടെ വേദന, വിശപ്പിൻ്റെ വേദനയിൽ അവർ നിലവിളിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണോ 40 കോടിയുടെ പള്ളി എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇദ്ദേഹം പറയുന്ന മറുപടി വളരെ രസകരമാണ്. മാത്രമല്ല വിവാദം, അത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ. കാശ്മീരിൽ നിന്ന് വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി കുറച്ച് മക്കൾ മർക്കസിലെത്തിയപ്പോൾ ഇവിടെ വിവാദമുണ്ട്. അത് കാന്തപുരം ഉസ്താദ് സംഘടനാ രംഗത്ത് ഉയർന്നു വന്ന കാലം മുതൽ ആ മഹാവ്യക്തിക്കെതിരിൽ ഇവിടെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിന് പേര് ഇത് വിവാദത്തിന്റെ കാരണം സനദോ മറ്റോ അല്ല. അതിന്റെ അറബിയിൽ ഹസദ് എന്ന് പറയും, മലയാളത്തിൽ അസൂയ എന്ന് പറയും. അത് മാറ്റുക മാത്രമാണ്. പിന്നെ ഇവിടെ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി 1000 രൂപയുടെ കൂപ്പൺ അടിച്ചു. അങ്ങനെ തന്നെയല്ലേ സംഖ്യ സ്വരൂപിക്കേണ്ടത്, അല്ലാതെ കട്ടിട്ടോ പിടിച്ചിട്ടോ അല്ലല്ലോ. അപ്പോൾ മാന്യമായ രീതിയിൽ ആശിക്കീങ്ങളായ ഈ ഷാറു മുബാറക്കിന്റെ പള്ളിയിൽ എല്ലാവർക്കും പങ്കാളികളാകാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും തരപ്പെടുന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട AP കാന്തപുരം എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയാണ് 1000 രൂപയുടെ റെസിപ്റ്റ് അടിച്ച് വിതരണം ചെയ്ത് 40 കോടി രൂപ സമാഹരിച്ച് പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ചോദ്യം എന്തായിരുന്നു? ഇവിടെ ഇപ്പോൾ പള്ളിയാണോ ആവശ്യം, മറ്റുള്ളവരുടെ പട്ടിണി മാറ്റലാണോ ആവശ്യം? നല്ല വിചിത്രമായ ഉത്തരങ്ങൾ. ഇത്തരം ഉത്തരങ്ങളുമായി ഇവർ നിലവിലുള്ളിടത്തോളം കാലം വിമർശനങ്ങളുമായി എതിരിൽ നമ്മളും ഉണ്ടാകും എളിയ ശ്രമങ്ങളിലൂടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി.